ദർശന ടിവിയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും വിരുന്നിൻ്റെ ഒരു പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. വിരുന്നിൻ്റെ ടീം ഇപ്പോഴുള്ളത് ഖത്തറിലാണ്. ഖത്തറിലെത്തുമ്പോൾ ഇവിടെ എല്ലാ മലയാളികൾക്കും അറിയാവുന്ന, അല്ലെങ്കിൽ ഖത്തറിലെ ഒരു 90% ആൾക്കാർക്കും അറിയാവുന്ന വലിയൊരു സ്ഥാപനമുണ്ട്, സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഓട്ടോമൊബൈൽ രംഗത്തെ വളരെ സജീവമായ ഒരു സാന്നിധ്യമാണ് സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ മിസ്റ്റർ PK മുസ്തഫ പള്ളിശ്ശേരിയാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. അദ്ദേഹം ബിസിനസ്സിനേക്കാൾ ഉപരി സാംസ്കാരിക സാമൂഹിക പ്രവർത്തന മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം എല്ലാ മേഖലകളിലും, ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ഒക്കെ തന്നെ സജീവ സാന്നിധ്യം കൂടിയാണ്. വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യാം PK മുസ്തഫ പള്ളിശ്ശേരി ഇന്നത്തെ അധ്യായത്തിലേക്ക്. സർ, നമസ്കാരം. താങ്ക് യു. സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഇന്ന് ഖത്തറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഒരു കമ്പനിയാണ്. കാരണം ഓട്ടോമൊബൈൽ രംഗത്ത് ഒരുപാട് ബ്രാഞ്ചുകളുള്ള, ജനങ്ങൾക്ക് ഒരുപാട് വിശ്വാസമുള്ള ഒരു സ്ഥാപനമായി മാറിയിരിക്കുകയാണ് താങ്കളുടെ സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. താങ്കളുടെ ഒരു പ്രവാസ ജീവിതം, കാരണം PK മുസ്തഫ പള്ളിശ്ശേരി എന്ന് പറയുന്ന വ്യക്തി എല്ലാ മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുള്ളൊരു വ്യക്തിയാണ്. എന്നിരുന്നാലും താങ്കളുടെ ഒരു പ്രവാസ ജീവിതം തുടങ്ങുന്നത് എങ്ങനെയാണ് എന്നൊന്ന് പറയാം. ഞാൻ മലപ്പുറത്തു നിന്നാണ് വരുന്നതെന്ന് അറിയാലോ. അപ്പോൾ അന്നത്തെ കാലമൊക്കെ എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ കൃഷിക്കാരായിരുന്നു, ഒരു ബിസിനസ്സുകാരല്ല, കൃഷിക്കാരായിരുന്നു. നമ്മളെ വാപ്പ അല്ലെങ്കിൽ വലിയപ്പ അവർക്കൊക്കെ ഒരുപാട് കൃഷിയും കാര്യങ്ങളും. അപ്പോൾ സ്കൂളിൽ പോകണം എന്നല്ല അവരെ മെയിൻ ഉദ്ദേശം, കൃഷി ചെയ്യുക, അതിന് ഹെൽപ്പ് ചെയ്യുക. ഒരു ചെറിയ കുട്ടിയാണെങ്കിലും അവർക്കും ഒരു ജോലി ഉണ്ടാവും അവിടെ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ എനിക്ക് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ വളരെയധികം ഒരു സംഭവമാണ് ഇതാണ്, ബിസിനസ് രംഗത്ത് വളരെയധികം. ഞാൻ നാട്ടിൽ ഒരുപാട് ചില്ലറ ബിസിനസ്സുകൾ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഇത് എനിക്ക് ഗൾഫിൽ വന്നപ്പോഴും ഉണ്ടായി. അത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു എഗ്രിമെന്റ് വിസക്ക് വന്നതാണ്. അല്ല, ഗൾഫിലേക്കുള്ള ആദ്യത്തെ വരവ് സെപ്റ്റംബർ 15-ാം തീയതിയാണ് നാട്ടിൽ നിന്ന് പോയിരുന്നത്. 1989. അന്ന് എനിക്ക് 18 വയസ്സായിട്ടുള്ളൂ. ഈ ഖത്തർക്ക് മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു ജോലിക്കായിട്ട് വരാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ അന്നേ ചിന്തിച്ചു, എനിക്ക് നല്ലൊരു ജോലി കിട്ടണം. അതിനെപ്പറ്റി എനിക്കൊരു പേടി ഉണ്ടായില്ല. ഇനി എന്ത് ജോലി കിട്ടുക, അന്നത്തെ കാലത്ത് ആട് മേയ്ക്കാനും അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇതൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര പേടി, കൺസ്ട്രക്ഷൻ വർക്കൊക്കെ കേൾക്കുമ്പോൾ. പക്ഷേ എനിക്ക് അങ്ങനെ ഒരു പേടി ഉണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ ഞാൻ വിചാരിച്ചത് ഞാൻ എന്തായാലും എന്ത് ജോലി കിട്ടിയാലും ചെയ്യാൻ തയ്യാറാവും എന്ന അങ്ങനത്തെ ഒരു ഇതിലാണ് ഞാൻ വന്നത്. അങ്ങനെ പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, യൂസഫ് പുല്ലാണിക്കാട് എന്ന് പറയും. അപ്പോൾ ആൾ കുറച്ച് അസുഖത്തിലാണ്, വളരെ നല്ലൊരു വ്യക്തിയാണ്. അയാൾ നമ്മളെ നാട്ടിൽ നിൽക്കുന്ന സമയത്ത് ഇയാൾ ബോംബെയിൽ കുറച്ച് ബിസിനസ്സും കാര്യമൊക്കെ ഉണ്ടായിരുന്നു, ഹോട്ടൽ ബിസിനസ്. അങ്ങനെ ഇയാളാണ് എന്നെ കൂട്ടിയിട്ട് വരുന്നത്. വിസ കാര്യങ്ങളൊന്നുമില്ല, ജസ്റ്റ് ബോംബെ കണ്ടിട്ട് പോരാ എന്നുള്ളതിലാണ് വരുന്നത്. ഞാനും ഒരു ഉസ്മാൻ പട്ടിക്കാട് എന്ന് പറഞ്ഞ ആളും കൂടി ഞങ്ങൾ വന്നു. ബോംബെയിൽ വരുന്ന ടൈമിനും ഞാൻ വെറുതെ നിൽക്കാൻ തയ്യാറാവില്ല. ഉസ്മാൻ അങ്ങനെ ജോലി ചെയ്യൂല. പക്ഷെ ഞാൻ പറയും ഞാനും ചെയ്യാം, ഹോട്ടലിൽ എന്തെങ്കിലും വർക്ക് ചെയ്യുക. അപ്പോൾ ഹോട്ടലിൽ വർക്ക് ചെയ്യണമെങ്കിൽ ഹിന്ദി സംസാരിക്കണം, നമുക്കൊരു നല്ല ജോലി കിട്ടണേ. ഞാൻ പറയും എനിക്ക് നല്ല ജോലി വേണ്ട, എനിക്ക് വെറുതെ നിൽക്കാൻ പറ്റൂല, നല്ല ജോലി വേണ്ട, എനിക്ക് നിങ്ങളെ പാത്രം എടുക്കുന്ന ജോലിയായാലും ഞാൻ എടുക്കാൻ തയ്യാറാണ്, എനിക്ക് പ്രശ്നമല്ല. ഓക്കെ, അയാൾ പറഞ്ഞു മുസ്തഫ പ്രശ്നമല്ല, എന്ത് വേണമെങ്കിലും ഇവിടെ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ ഈ 15 ദിവസമേ ബോംബെയിൽ നിന്നുള്ളൂ. ഈ 15 ദിവസത്തിൻ്റെ ഉള്ളിൽ ബോംബെ ഫുൾ ഭാഗം ഇയാൾ കാണിച്ചു തരും. ഇയാൾ അന്ന് വലിയ പവറുള്ളൊരു വ്യക്തിയാണ്. ഗല്ലിയിലൊക്കെ നടന്നു പോകുമ്പോൾ അവിടുത്തെ സ്ഥലത്തെ ആൾക്കാർ പറയും സേർട്ട് യൂസഫ് സേർട്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും എണീച്ച് നിൽക്കും. അത്രയും ബഹുമാനപ്പെട്ട ഒരാളാണ്. ഇപ്പോൾ കുറച്ച് വളരെ ക്ഷീണത്തിലാണ്. ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആളെ, ഇനിയും സഹായിക്കണം ആളെ. ആള് നമുക്ക് വേണ്ടിയിട്ട് അയാളാണ് ശരിക്കും ഞാൻ ഗൾഫിൽ വരാൻ തന്നെ കാരണം. അങ്ങനെയാണ് ആദ്യമായിട്ട്. അന്നത്തെ കാലമൊക്കെ എന്ന് പറയുമ്പോൾ വിസ തട്ടിപ്പും മറ്റുള്ള പ്രശ്നങ്ങളും. അപ്പോൾ ഇയാൾ അങ്ങനെ ഒരു വിസക്കാരനൊന്നുമല്ല, ജസ്റ്റ് നമ്മളെ വാപ്പാൻ്റെ ഒരു ഫ്രണ്ടാണ്, നമ്മളെ നാട്ടുകാരനാണ്. അങ്ങനെ വാപ്പാനോട് പറഞ്ഞു, മോനെ ഞാൻ കൊണ്ടുപോവാം ബോംബെയിൽ,
നോക്കിയിട്ട് വന്നോട്ടെ തിരിച്ചു വന്നു. അപ്പം എൻ്റെ കയ്യിലായിട്ട് ഞാൻ ഒരു ഇത് പറയുകയാണെങ്കിൽ ആകെ ഡ്രൈവിംഗ് ലൈസൻസ് മാത്രമേ ഉള്ളൂ. വേറൊന്നും എൻ്റെ കയ്യിലില്ല. അങ്ങനെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ഒരു വിസക്ക് വന്ന ആൾക്കാർക്ക് പോലും 1 മാസം 2 മാസം 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് പോകാൻ പറ്റാത്ത കാലമാണ്. എൻ്റെ ഒരു അമ്മായിൻ്റെ മകൻ അബ്ബാസ് എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അയാൾ അമ്മോശാക്ക വിസ അയച്ചിട്ട് പോലും 1 വർഷം കഴിഞ്ഞാൽ തിരിച്ച് സൗദിക്ക് വരാൻ പറ്റിയത്. പക്ഷേ ആ ആൾ ഞാൻ വന്നിട്ട് എനിക്ക് 15 ദിവസം കൊണ്ട് വിസ ശരിയായി പോരാൻ പറ്റി. എന്നോട് പറഞ്ഞൊരു ദിവസം ഇങ്ങനെ ഖത്തർക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്തൊന്നും ഖത്തറിനെ പറ്റിയിട്ടൊരു ഇത് ഞങ്ങളവിടെ ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, അല്ല ഞാൻ സൗദിക്കാണ് പോകേണ്ടത്, ജിദ്ദയിലാണ് നമ്മളാളൊക്കെ, ജിദ്ദയിലാണല്ലോ ഉള്ളത്, അങ്ങോട്ട് പോവാം. ആ സമയത്ത് അല്ല ഒന്ന് ഇൻ്റർവ്യൂവിലേക്ക് പോയിക്കോ, അതിനെന്താ എനിക്ക് പോകുന്നതിനെന്ന് ചോദിച്ചു. അപ്പോൾ ഇൻ്റർവ്യൂ നടക്കുന്നത് ഒബ്ര ഹോട്ടലിലാണ്. ഒബ്രയിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. ഞാനും ഈ യൂസുഫ് സാഹിബാണ് പോണ്. അവിടെ ചെന്നു. ഞാൻ സാധാരണ നമ്മളെ നാട്ടിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഗൾഫിക്ക് പോരുന്ന ആ ഒരു ഇതിനാണ്. ഞാൻ ഇപ്പം ചെന്നാലും തുണി എടുക്കുന്ന ആളാണ്, അന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ സാധാ ചെരുപ്പാട്ടിയായിരുന്നു. നമുക്ക് ഈ ഹോട്ടലിൻ്റെ അത്ര വലിയ ഇതൊന്നും നമുക്ക് അറിയില്ലല്ലോ. ഞാൻ ഒരു പകുതി സെക്യൂരിറ്റി ചോദിച്ചു, എന്താ അങ്ങനെ ഇൻ്റർവ്യൂ, ഓക്കെ എന്നെ കടത്തി വിട്ടു, ആളെ പുറത്ത് നിർത്തി. പകുതി എത്തിയപ്പോൾ സെക്യൂരിറ്റി എന്നെ തിരിച്ചു വിളിച്ചു, എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ. നമ്മൾ ഇൻ്റർവ്യൂ ചെരുപ്പിട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. എനിക്ക് 5 സ്റ്റാർ ഹോട്ടലാണ്, എനിക്കതിനെപ്പറ്റി അറിയില്ലായിരുന്നു. ഓക്കെ തിരിച്ച് വന്നിട്ട് ഞാൻ യൂസ്ഫ് അതിൻ്റെ ചെരുപ്പിട്ടിട്ടാണ് ഷൂ ഇട്ടിട്ടാണ്, അയാൾ ഷൂ ഇട്ടായിരുന്നു, അയാളെ ഷൂ ഇട്ടിട്ടാണ് ഞാൻ തിരിച്ച് ഇൻ്റർവ്യൂക്ക് പോയത്. ചെന്ന സമയത്ത് വളരെ നമുക്ക് ആദരിക്കേണ്ട ഒരു വ്യക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഫലസ്തീനിയാണ്. അബുസാല എന്നാണ് അയാളുടെ പേര്. ജനറൽ മാനേജർ ടൈസീർ കമ്പനീൻ്റെ ജനറൽ മാനേജറായിരുന്നു. നല്ലൊരു വ്യക്തിയായിരുന്നു. ഇയാളാണ് അവിടെ ഇൻ്റർവ്യൂക്ക് ഉള്ളത്. അപ്പോൾ എന്നോട് ചോദിച്ചു, മുസ്തഫ എന്താ ജോലി അറിയാം. ആളെ സംബന്ധിച്ചിടത്തോളം ആകെ 2 വിസ ബാക്കിയുള്ളൂ, ബാക്കി വിസ എല്ലാം ഇൻ്റർവ്യൂ കഴിഞ്ഞ് പോയതാണ്. അപ്പോൾ ആൾക്ക് വേണ്ടിയത് മെക്കാനിക്കിനെയാണ്. അപ്പോൾ ഞാൻ എനിക്ക് കള്ളം പറയാൻ കഴിയില്ല. അപ്പോൾ ഇവിടുന്ന് എന്നോട് ഏജൻറ്റ് പറഞ്ഞു, നീ പറഞ്ഞാൽ മതി, ബാക്കിയൊന്നും പ്രശ്നമില്ല. ഞാൻ അവിടെ അതൊക്കെ പറഞ്ഞ് പോയി. ഇയാളെ മുഖം കണ്ടപ്പോൾ എനിക്ക് കള്ളം പറയാൻ കഴിഞ്ഞില്ല. ഞാൻ പറഞ്ഞു ഇയാളോട്, എനിക്ക് മെക്കാനിക്കായിട്ടൊന്നും അറിയില്ല. ഒരു വണ്ടീൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ജീപ്പിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ട്, ഞാൻ ജീപ്പിൽ ക്ലീനറായിട്ട് പോയിട്ടുണ്ട്, ഡ്രൈവറായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പരിചയം എനിക്കുണ്ട്, വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ഇത് പറഞ്ഞില്ല, നേരെ ലൈസൻസ് എടുത്ത് കൈ കൊടുത്തു. ഇത് കൊടുത്തപ്പോൾ എന്നോട് പറയുന്നത്, ഓക്കെ പ്രശ്നമല്ല, അപ്പം തന്നെ മെഡിക്കൽ ഷീറ്റ് തന്ന് മെഡിക്കൽ ചെയ്യാം അല്ല, നാളെ എന്നെ കയറ്റിയിട്ട് വണ്ടി ഓടിക്കണം ബോംബെയിൽ മുസ്തഫ എന്നാണ്. ഓക്കെ നോ പ്രോബ്ലം, ഓടിക്കാമെന്ന്. പക്ഷേ എനിക്ക് ബോംബെയിലൊന്നും ഓടിച്ച പരിചയമല്ല, ഞാൻ ഓടിച്ചിട്ടില്ല. ഞാൻ വിചാരിച്ച ആളത് വെറുതെ പറഞ്ഞായിരിക്കുന്നില്ലതാണ്. ഞാൻ പോന്നു. അപ്പോൾ ഇൻ്റർവ്യൂവിന് വന്നിരുന്ന് എൻ്റെ ഒരു വളരെ വേണ്ടപ്പെട്ട ഇവിടെ വന്ന് നമ്മളൊരുപാട് സഹായിച്ച ആൾ തന്നെയാണ് മുഹമ്മദ് കുഞ്ഞി, കണ്ണൂർക്കാരനാണ്. ഫോർമാനൊക്കെ ആയിരുന്നു ടൈസീർ കമ്പനിയിൽ. അയാളെ അളിയൻ നാസർ ആണ് ആ ട്രാവൽസ് നടത്തുന്നത്, ബ്ലൂ മറൈൻ ട്രാവൽസ്. അവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. ഒരു ദിവസം നാസർക്ക് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇൻ്റർവ്യൂ ഇത് കഴിഞ്ഞ് മെഡിക്കലൊക്കെ കഴിഞ്ഞു, പിന്നെ ഇവർ വിളിക്കേണ്ട ഒരു കാരണമല്ല. എന്നോട് പറഞ്ഞു, മുസ്തഫ ഒരു അബുസാല വിളിക്കുന്നുണ്ടല്ലോ പറഞ്ഞു, ഒന്ന് പോകണമെന്നാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ അറിയില്ല. അതിൽ ഞങ്ങൾ ഡോങ്കിരിയിൽ നിന്നൊരു ടാക്സി വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഓടിക്കൂല വണ്ടി വെച്ചു. വണ്ടി ഓടിക്കുമെന്ന് പറഞ്ഞു. ടാക്സി രാവിലെ തന്നെയാണ്, വണ്ടിയും കാര്യങ്ങളൊന്നുമില്ല. ടാക്സി തന്നു. നേരെ ഒബ്ര ഹോട്ടലിൻ്റെ മുന്നിലേക്ക് ഞാൻ വണ്ടി ഓടിച്ച് ചെല്ലാണ്. അപ്പോൾ ആൾ പെട്ടിയോ പിടിച്ചിട്ട് എംബസി പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അതിൽ ചെന്ന് അപ്പോൾ എന്നെ കണ്ടു. മുസ്തഫ. അപ്പോഴും ഞങ്ങൾക്ക് എന്നെ വലിയ ഇഷ്ടപ്പെട്ടു. മുസ്തഫ അപ്പോൾ ഞാൻ ചോദിച്ചു, പെട്ടി ഞാൻ പിടിക്കണമെന്ന് വെച്ചു. വേണ്ട, പെട്ടിയൊന്നും പിടിക്കണ്ട, ഓക്കെ നല്ല സന്തോഷമായി. അപ്പം എന്നോട് പറഞ്ഞു, ചെറിയ കുട്ടിയാണ് മുസ്തഫ, ഉമ്മാനെ കാണാൻ കാര്യമോ എന്നൊക്കെ, പാല് കുടിക്കാൻ കാര്യമോ എന്നൊക്കെ ചോദിച്ചിട്ട് എന്നെ കളിയാക്കി ആൾ. ഓക്കെ ഞാൻ പറഞ്ഞില്ല, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവിടുന്ന് ഇൻ്റർവ്യൂ ഓക്കെ മതി പോകാൻ പറഞ്ഞു, തിരിച്ചു പോകാൻ പറഞ്ഞു. നമ്മൾ തിരിച്ചു പോന്നു. പിന്നെ ഇവിടെ വന്നാലും ആ ഒരു വ്യക്തി, സാധാരണ ആൾക്കാർക്ക് മാനേജറെ കാറ് കമ്പനിയിൽ ഇട്ടാൽ ആൾക്കാർ വിറച്ച് പണിയെടുക്കുന്ന കാലമാണ്. വിറച്ച് പോകും. അയാളെ കാറുണ്ടായാൽ മതി, ആൾ വേണ്ട. പിന്നെ ക്യാമറ, അന്നത്തൊക്കെ വലിയ ക്യാമറ ഒക്കെ ആണല്ലോ, അതിങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വിടുകയാണ്. പക്ഷേ ആൾക്ക് ശരിക്ക് ആരെയും അറിയില്ല, ഒരാളെയും അറിയില്ല. പക്ഷെ അന്നും എന്നെ എവിടെ കണ്ടാലും തിരിച്ചറിയും. മുസ്തഫ എന്താണ് സ്റ്റാർ ഹോമിന്റെ ആ ഒരു ഉത്ഭവത്തെ കുറിച്ച് വളരെ ആധികാരികമായി പറഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ സ്റ്റാർ ഹോമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ എന്തൊക്കെ തരം പ്രോഡക്റ്റുകളാണുള്ളത്, ഏതൊക്കെ ഡിവിഷനാണ് സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് ബിസിനസ്സിനുള്ളത് എന്നെ കുറിച്ച്? സ്റ്റാർ കാർ വാഷാണ് ഫസ്റ്റിൽ നമ്മൾ തുടങ്ങിയത്. അത് സ്റ്റാർ കാർ വാഷിൽ ഓട്ടോമൊബൈൽ സ്പെയർ പാർട്സുകളുണ്ട്, എക്സസറീസ് ഉണ്ട്, വണ്ടിൻ്റെ എക്സസറീസ് ഉണ്ട്. അതേമാതിരി ഓയിൽ ചേഞ്ചിങ്, മറ്റുള്ള പരിപാടികൾ, ബ്രേക്ക് പാഡ് ചേഞ്ചിങ്, അങ്ങനത്തെ പരിപാടികൾ, കാർ പോളിഷിങ്, ഇൻറ്റീരിയൽ ക്ലീനിങ്, ജാക്ക് വാഷ്, പിന്നെ അതേമാതിരി അണ്ടർ കോട്ടിങ് വർക്ക്, അടിയിൽ അണ്ടർ കോട്ട് ചെയ്യണം,
അങ്ങനെ ഒരുപാട് വർക്കാണ് ഈ സ്റ്റാർ കാർ വാഷിന് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ അതുമല്ല ഈ സ്റ്റാർ കാർ വാഷ് കൊണ്ട് തന്നെ ഞങ്ങൾ ഇതിൻ്റെ ഹോൾസെയിൽ ചെയ്യുന്നുണ്ട് മറ്റുള്ള കാർ വാഷുകൾക്കൊക്കെ ഇതിൻ്റെ മെറ്റീരിയലുകൾ. ഏത് ഹോൾസെയിൽ ചെയ്യുന്നുണ്ട്, ഷാമ്പു, ഹെയർ പോളിഷ്. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ ഞങ്ങളാണ് ഇവിടെ കൂടുതലും ഒരുപാട് കാർ വാഷിൽ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത്. അത് അങ്ങനെയാണ് സ്റ്റാർ കാർ വാഷിൽ. അതിലേതാണ്ട് ഇപ്പോൾ ഒരു 40 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. ടോട്ടലി നമ്മുടെ കമ്പനിയിൽ എത്ര സ്റ്റാഫ് ഉണ്ട്? ടോട്ടലൊരു ഇപ്പോൾ ഒരു 80 ആൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ആളെ വേണം. അപ്പോൾ അത് പുതിയ തുറന്നത് കാരണം കുറച്ച് കുറവാണ്. അവിടെ ഇപ്പോൾ സ്റ്റാർട്ടായി വരുന്നുള്ളൂ. അതെവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്? അത് ഇൻഡസ്ട്രിയൽ ഏരിയ 47. അതിൻ്റെ പേരെന്താണ്? അത് പ്ലാറ്റിനം ഓട്ടോ സർവീസ്. പ്ലാറ്റിനം ഓട്ടോ സർവീസ്. അവിടെ എന്തൊക്കെയാണ് സർവീസ് ചെയ്യുന്നത്? അവിടെ ഒരു ഐപ്പാർ സ്റ്റേഷനാണ്. എന്താ വെച്ചാൽ ടയർസ്, ബാറ്ററി, അലൈൻമെൻറ്റ്, പോളിഷിങ്, കാർ വാഷിങ്, ഓയിൽ ചേഞ്ച്, ഗാരേജ്, അങ്ങനെ മൊത്തം ഒരു ഇതായിട്ടാണ്. സാർ, ഇനി ഈ സ്റ്റാർ ഹോമിന്റെ ബ്രാഞ്ചസുകൾ അത് എവിടെയൊക്കെയാണ്? സ്റ്റാർ കാർ വാഷിന് സ്റ്റാർ കാർ വാഷ്, സ്റ്റാർ ഹോം. അത് സ്റ്റാർ ഹോം ഈ പറഞ്ഞാൽ ബിൽഡിംഗ് മെറ്റീരിയൽ കോൺട്രാക്ടിങ് ആണ്. സ്റ്റാർ ഹോം. സ്റ്റാർ ഹോം. അപ്പോൾ കോൺട്രാക്ടിങ് ചില്ലറ വർക്കുകളൊക്കെ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ മെയിനായിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസ് സെയിലാണ്. ഓക്കെ. എല്ലാവിധ ബിൽഡിംഗ് മെറ്റീരിയൽസും ഉണ്ട്. പിന്നെ അതേമാതിരി തന്നെ കർട്ടൻസ്, അത് വേറൊരു ഡിവിഷനാണ്. കർട്ടൻ. പിന്നെ ഇതേമാതിരി തന്നെ ഇപ്പം തൽക്കാലം ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്താണ് വാട്ടർ സപ്ലൈ ഉണ്ടായിരുന്നു. സ്റ്റാർ വാട്ടറിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ ശ്രമിച്ചു. അപ്പോൾ ഇത് റെഡി ആയിട്ടില്ല, അങ്ങനെ നിൽക്കണം. പിന്നെ അതേമാതിരി തന്നെ സേവേജ് വാട്ടറിൻ്റെ ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. വണ്ടികളൊക്കെ ഉണ്ട്. സാർ, എന്തൊക്കെ കാര്യങ്ങളാണ് താങ്കളുടെ ബിസിനസ് ജീവിതത്തിൽ മുറുകെ പിടിക്കുന്നത്? കാരണം താങ്കളൊരു ചെറിയ ജോലിയിൽ നിന്നും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഉയർന്നു വന്ന വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ചോദ്യം. എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് താങ്കൾ മുറുകെ പിടിക്കുന്നത്? ഞാൻ ഒരു ബിസിനസ് ആയിട്ട് ഉദ്ദേശിക്കുന്നത് വളരെയധികം സത്യസന്ധത. അപ്പോൾ ഞാൻ ഒരു സെയിൽസിൽ വർക്ക് ചെയ്ത ആളെന്നാണ് നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ടൈമിന് ഞാൻ സാധനം കൊടുത്തു കഴിഞ്ഞാൽ അത് വിറ്റ് പോയി നമ്മൾ 2 മാസമോ അല്ലെങ്കിൽ 90 ദിവസം 60 ദിവസം ക്രെഡിറ്റ് ഇത് കഴിഞ്ഞു കഴിഞ്ഞാലും അവർ ആ ക്യാഷ് തരാൻ തയ്യാറാവില്ല. അങ്ങനത്തെ ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ആൾക്കാരെ ഞാൻ നോക്കുമ്പോൾ ഇന്നും അവർ വെച്ചോടുന്ന് പൊന്തിയിട്ടില്ല, താഴെ തന്നെയാണ് ഇപ്പോഴും. നേരെ മറിച്ച് വളരെയധികം നമ്മൾ സാധനം കൊടുത്താൽ ഓക്കെ, നമ്മളെ ടൈം ആകുമ്പോൾ നമ്മളെ ചെക്ക് റെഡിയാക്കി വെക്കുന്ന ആൾക്കാരുണ്ട്. അവരെ കണ്ടിട്ടാണ് ഞാൻ പഠിച്ചത്. അവരെ ബിസിനസ്സൊക്കെ ഹൈലി ലെവലിൽ പൊന്തിപ്പോയി. അപ്പം ഞാനും എന്താണ്, എനിക്ക് ആര് സാധനം തന്നാലും ആർക്ക് ക്യാഷ് കൊടുക്കാണ്ടെങ്കിലും ഞാൻ ചെക്ക് കൊടുക്കും. ഇത്രയും കാലത്തിൽ എൻ്റെ ചെക്ക് മടങ്ങിയ പ്രശ്നങ്ങളോ വന്നിട്ടുമില്ല. ഞാൻ വളരെ ശ്രദ്ധിക്കും. എന്താ വെച്ചാൽ ക്യാഷ് അങ്ങോട്ട് വലിച്ച്, അല്ലെങ്കിൽ നമ്മളെ മലയാളിയെ കൂടുതലും ആൾക്കാർക്കുള്ളൊരു സംഭവമാണ് ഇവിടെ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ തോന്നി നാട്ടിലേക്ക് വലിച്ചിട്ട് അവിടെ വലിയൊരു സംഭവം, ഇവിടെ പിന്നെ ആകെ പ്രശ്നമായി ജയിലിൽ പോയി. ഞാനത് ചെയ്യാറില്ല. വളരെ അധികം കൺട്രോൾ ചെയ്തിട്ടാണ് ചെയ്യാറ്. അതുകൊണ്ട് പ്രശ്നങ്ങളും വന്നിട്ടില്ല എനിക്ക്. നാട്ടിലെന്തെങ്കിലും ബിസിനസ്? നാട്ടിൽ കാര്യമായിട്ട് അങ്ങനെ ഒരു ബിസിനസ് ഇല്ല. പക്ഷേ എന്നാൽ ബിസിനസ് ഉണ്ട്. റിയൽ എസ്റ്റേറ്റ് രംഗത്ത് കുറേ സ്ഥലങ്ങളും കാര്യങ്ങളും ബിൽഡിങ്ങൊക്കെ ആയിട്ട് ഉണ്ട്. കൊടുക്കാനുള്ളതായിട്ടും ഉണ്ട്. പിന്നെ പറഞ്ഞില്ല കൃഷി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ റബ്ബറുണ്ട് കുറച്ച്. അങ്ങനെയൊക്കെ ഇല്ല, ചെറിയ ചെറിയ ബിസിനസ്സുകൾ നമുക്ക് ഇൻവോൾവ് ആകാൻ പറ്റുന്ന ബിസിനസ്. അല്ലാത്ത ബിസിനസ് ഇട്ടാൽ നമ്മളെ പറ്റിച്ച് പോകുന്ന ഗൾഫുകാരെ നമ്മൾ സിനിമയൊക്കെ കണ്ടതാണല്ലോ, മറ്റേ മോഹൻലാലിൻ്റെ വരവേൽപ്പും മറ്റുള്ള പടം. അതൊക്കെ ഓർമ്മ എൻ്റെ മനസ്സിലുണ്ട്. ഈ പുതിയ വരുന്ന കുട്ടികൾ, ഗൾഫിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? താങ്കൾ കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം എന്തായിരിക്കും? ഒരാൾ ഗൾഫിക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഇതിൽ കുട്ടികളെ നമ്മളത് കാണുന്നില്ല കേട്ടോ. എങ്കിലും എൻ്റെ ഒരു ഉദ്ദേശം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഗൾഫിക്ക് വരിക എന്ന് കണ്ടാൽ എന്ത് ജോലി എടുക്കാൻ തയ്യാറാവുക, പിന്നെ സത്യസന്ധത കൈവിടാതിരിക്കുക. നമുക്ക് സംഭവം കുറഞ്ഞ ശമ്പളം കിട്ടിയാലും അത് അതിനൊരു ബർക്കത്ത് എന്ന് പറയല്ലോ, ആ സംഭവം ഉണ്ടെങ്കിൽ അതിൽ എത്ര കിട്ടിയാലും കാര്യമുള്ളൂ. ഇപ്പോൾ ലക്ഷങ്ങൾ കിട്ടുന്ന ആക്കും 500 റിയാൽ കിട്ടുന്ന ആക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് അത് രണ്ടും ഒന്നാണ്. ഈ ലക്ഷങ്ങൾ കിട്ടുന്ന ആൾക്കാർ ഇവിടെ പലവരും ഇന്നും 30-40 വർഷമായിട്ട് ഇവിടെ വലിയ വലിയ ശമ്പളം വാങ്ങുന്ന ആൾക്കാരാണ് പഴയ കാലത്തേന്. പക്ഷെ ഇന്നും അവരെ സംബന്ധിച്ചിടത്തോളം സന്തോഷമില്ല, 0 ആണ്.
അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നമ്മൾ ഒരാളൊരു ജോലി ഏൽപ്പിച്ച് കഴിഞ്ഞാൽ, എൻ്റെ സംഭവം അങ്ങനെയാണ്, നമുക്ക് പറ്റൂലേ, എനിക്ക് ജോലി പറ്റൂല എന്താ വെച്ചാൽ 10 ആൾ ജോലി ചെയ്യുന്നിടത്തായിരിക്കും ഞാൻ ജോലി ചെയ്യണത്. അപ്പോൾ ഈ 10 ആൾ ജോലി ചെയ്യുന്നിടത്ത് ഞാൻ കുറച്ച് ഉഴപ്പി കഴിഞ്ഞാൽ കമ്പനിക്ക് നഷ്ടം വരുന്നതിലേറെ കൂടുതൽ ഞാൻ എൻ്റെ 9 സഹോദരന്മാരും ബുദ്ധിമുട്ടിലാവും. എൻ്റെ ജോലി കൂടി അവർ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മളത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഈ വരുന്ന കുട്ടികളോട് എനിക്ക് പറയാനുള്ളത്, ശരിക്കും നമ്മളെ എന്താ പറയുക, വാപ്പ ഉമ്മ ഇവരൊക്കെ പോറ്റാൻ വേണ്ടി എൻ്റെ അനിയന്മാരോട് ഞാൻ എപ്പോഴും പറയുന്ന കാര്യം അതാണ്, ചെറിയ ഷോപ്പ് തുടങ്ങുക അതിലൊരു കാര്യമല്ല. എന്താ വെച്ചാൽ നമ്മളൊരു വയറിന് വേണ്ടിയിട്ട് ഒരു ചാണ് വയർ, ഈ ഒരു ചാണ് വയറിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോപ്പും തുടങ്ങണ്ട, ഒരു കമ്പനി തുടങ്ങണ്ട. എത്രയോ ആൾക്കാർ തണ്ടി നടന്ന് ജീവിക്കുന്നില്ല. നമ്മളെ കൊണ്ട് 10 ആൾ ജീവിക്കാൻ കഴിയണം, ഒരു 10 ഫാമിലി. അതാണ് ഇപ്പോൾ നമ്മളെ അടുത്ത് ഒരു 80 ഫാമിലി ജീവിക്കുന്നുണ്ട്. അതേനെ ഏറ്റവും വലിയൊരു സംഭവം. ഇന്ന് ഒരു മട്ടൻ ബിരിയാണി അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ആരാ റെഡിയാക്കിയിട്ടുള്ളത്? ഇത് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായ, വളരെ രസകരമായ ഒരു പാചക വൈവിധ്യം ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കാരണം എല്ലാവരോടും ചേർന്നുകൊണ്ട് അല്ലേ. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനക കട്ടി. ഇലാഹായ പൂരാനോട് ഇരവും പകലും തേടി ഖലീലായ ഇബ്രാഹിം നബിക്കു കിട്ടി മകനായി ഇസ്മായിൽ നബി എന്ന കാനക കട്ടി. മലർമൊട്ട് പോലെ പോറ്റി വളർത്തുമ്പോൾ ഒരു നാളിൽ ഉറങ്ങുമ്പോൾ നബി കല്ലാക്കിനാവു കാട്ടി. നബി തൻ കുരുന്നിസ്മായിലിനെ ആറുക്കും മട്ടിൽ അഹദവൻ കാണിച്ചുള്ള ആ സ്വപ്നത്തിൻ്റെ കള്ളി അരുമക്കിടാവിനോടായി ഉയർത്തി ചോദിച്ചപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉയർത്തി ചേതി. ശരി, നമുക്ക് ബിരിയാണി ഓപ്പൺ ചെയ്യാം. ശരി, ഇനിയിപ്പോൾ താങ്കളുടെ പൊതുപ്രവർത്തന രംഗം, കാരണം താങ്കൾ പൊതുസമൂഹവുമായി ബന്ധപ്പെട്ട് അടുത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതിനെക്കുറിച്ച്, ആ ഒരു രംഗത്തിലേക്കുള്ള വരവ്, സാംസ്കാരിക പൊതുപ്രവർത്തന മേഖലയെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട് ഒന്ന് പറയും. ഇത്രയും കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ സ്കൂൾ പഠിക്കുന്ന ഈ LP സ്കൂൾ UP സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ ഞാൻ MSFൻ്റെ വലിയൊരു പ്രവർത്തകനും, വലിയ എന്ത് പരിപാടിക്കും ഓടിയെത്തും. ഇങ്ങനെ നല്ല എന്താ പറയുക, ഈ ഇങ്ങനെ പാവത്തുങ്ങളെ സഹായിക്കുക, അങ്ങനത്തെ പരിപാടികൾക്കൊക്കെ എല്ലാ പരിപാടിക്കും നമ്മളുണ്ട് എന്നല്ല. ഇന്നിപ്പോൾ ഒരു കൊടി കെട്ട, ഇന്ന് ഞാൻ അവിടെ നാട് ചെല്ലുമ്പോൾ പ്രസംഗിക്കുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമാണ്, അന്ന് നമുക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പിന്നെ നമ്മളെ മേലുള്ള നേതാക്കന്മാർ പറഞ്ഞാൽ മതി, ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏറ്റു. നമുക്ക് ഭക്ഷണം വേണ്ട, വേറൊന്നും വേണ്ട. അതേമാതിരിക്ക് എന്താ പറയുക, കൊടി കുത്താനാണെങ്കിലും റോഡിൽ എഴുതാനാണെങ്കിലും ഒക്കെ നമ്മൾ റെഡിയാണ്. ഇന്നിപ്പോൾ ക്യാഷ് കൊടുത്താൽ പോലും അതിനാളെ ചെക്കന്മാരെ കിട്ടൂല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അന്ന് ആത്മാർത്ഥത പ്രവർത്തിച്ചിരുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്നും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഇന്നും നല്ലൊരു ഭാഗം ഇങ്ങനത്തെ, എനിക്ക് ഏറ്റവും വലിയ സംഭവം ഞാൻ പറഞ്ഞത്, ഏറ്റവും വയസ്സായ ആളെ കാണുക, ഏറ്റവും ചെറിയ കുട്ടികളെ ഏറ്റവും വലിയ ഇഷ്ടമാണ്. അതിന് എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുന്ന എന്ത് സംഭവം ഉണ്ടെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കും. അതേമാതിരിക്ക് ഇപ്പോൾ ഇവിടെ KMCCയിൽ ഇവിടെ വന്നപ്പോൾ KMCCയിൽ പ്രവർത്തിക്കുന്നുണ്ട്. KMCCയിൽ ഇപ്പോൾ ഇപ്രാവശ്യം ഞാൻ ട്രഷററാണ് വണ്ടൂർ മണ്ഡലത്തിൻ്റെ. അതേമാതിരി ദാറുൻ നജാത്ത് എത്തിങ്ങാനെ കേട്ടിട്ടുണ്ടോ, കരുവാരെ കൊണ്ട് വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രഷററാണ്. അത് ഞങ്ങളിപ്പോൾ പിന്നെ MLA ഉമ്മർ സാഹിബാണ് അതിൻ്റെ സെക്രട്ടറി. ആള് വന്ന് ഇവിടുന്ന് ഇപ്പോൾ ഞങ്ങൾ നല്ല വലിയൊരു പൈസ ഒരു കൺവെൻഷൻ സെൻറ്ററൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന് വേണ്ടിയിട്ട്. അപ്പോൾ വലിയൊരു സംഭവമാണ് ഈ എത്തിങ്ങാന എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ആ ഭാഗത്തുള്ള ആൾക്കാർക്ക് വലിയൊരു അത്താണിയാണ്. ഒരുപാട് പേർക്ക് സഹായം ചെയ്തു, ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട്, പാവപ്പെട്ട കുട്ടികൾ. അങ്ങനത്തെ ഒരു വലിയൊരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ട്രഷറാണ്. പിന്നെ അതേമാതിരിക്ക് ഞങ്ങൾ ഈ പറഞ്ഞല്ലേ 10ാം ക്ലാസ് പാസ്സാവാത്ത കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വിഷമാണല്ലോ പെൺകുട്ടികളെ. അപ്പോൾ ഞങ്ങളവിടെ ഉണ്ട് ഒരു വനിതാ കോളേജ്, അറബി കോളേജ്, മുസ്ലിം അറബി കോളേജാണ്. അപ്പോൾ അവർ ഇതേമാതിരി ഞങ്ങളോട് പറഞ്ഞു, ഇങ്ങനെയൊരു പ്രശ്നമുണ്ട്, ഇങ്ങനെയും പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല, ഒരു കുറഞ്ഞ പൈസൻ്റെ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു. ഒരു 5-8 വർഷത്തിന് മുമ്പ്. ഞാൻ പറഞ്ഞു പ്രശ്നമല്ല, എന്താണ് നിങ്ങളെ പ്രശ്നം? ഒരു 30,000 റുപ്യ എൻ്റെ പ്രശ്നമാണ് അന്ന്.
ഓക്കെ, ആ പൈസ ഞങ്ങൾ അയച്ചു കൊടുത്ത് അതിൻ്റെ ഒരു കമ്മിറ്റി രൂപീകരിച്ച് അതും നല്ല നിലയിൽ പോകുന്നുണ്ട്. സന്തോഷം. നല്ല ഇതിൽ പോകുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ദൈവാനുഗ്രഹം തീർച്ചയായിട്ടും. എനിക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു അസുഖം വന്നു. അസുഖം വന്നിട്ട് ഞാൻ ഇവിടുത്തെ അഹമ്മദ് ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിനും ഞാൻ നോക്കുമ്പോൾ എൻ്റെ വീടോ മുതലോ സ്വത്തോ വണ്ടിയൊക്കെ അനങ്ങുന്നില്ലല്ലോ, ഒരു അനക്കമല്ല. പക്ഷേ എനിക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ച ലക്ഷങ്ങളാണ്. ഇത്രയും താഴെ കിടക്കുന്ന ഒരാളാണ് ഞാൻ വലിയ അല്ലെങ്കിൽ പഠിച്ച് വലിയൊരു പണ്ഡിതനായില്ല, അല്ലെങ്കിൽ വലിയൊരു വേറെന്തോ ഒന്നും ആയില്ലല്ലോ. സാധാ ഒരു ലെവലിൽ ഏറ്റവും താഴ്ന്ന ലെവലിൽ കിടക്കുന്ന ഒരാൾ. പക്ഷേ എനിക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് വലിയ വലിയ പണ്ഡിതന്മാരും സെയ്തന്മാരും പിന്നെ തങ്ങന്മാരും ഒരുപാട് പാവപ്പെട്ട ആൾക്കാരും ഒരുപാട് ജനങ്ങൾ ഇന്ന് ഞാൻ സുഖമായിട്ട് നടക്കുന്നുണ്ട്. അസുഖം ഉണ്ട്, വലിയ അസുഖം തന്നെയാണ്, പ്രശ്നമല്ല. പക്ഷേ എൻ്റെ ശരീരത്തിനോ ഒരു വേദനയോ ഒരു പ്രശ്നമോ എനിക്കില്ല. ദൈവാനുഗ്രഹമുണ്ട്, ഒരു പ്രശ്നമില്ല. ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ ആൾക്കാരുടെ പ്രാർത്ഥന, അതെനിക്ക് വലിയൊരു വിശ്വാസമാണ്. ആഴ്ചയിൽ ഇവിടെ ഞാൻ പറഞ്ഞ 250 ആൾ വരും, സ്ഥലത്ത് ചെല്ലും, സന്തോഷമായിട്ട് പോകും. നമ്മൾ താമസിക്കുന്ന വീടാണ്. ഞാൻ അങ്ങനെ എനിക്ക് ഇത്രയും വാടക കൊടുത്ത സ്വിമ്മിംഗ് പൂളും ഒക്കെ അല്ല, വലിയൊരു വീട് താമസിക്കാമല്ലോ. ഇങ്ങനെ ഒരു വീട് ഇതാക്കേണ്ട ആവശ്യം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ബാച്ചിലർ വിളിച്ചു, നമ്മൾ അങ്ങനെ സന്തോഷിക്കും. സാറേ, ഇനിയിപ്പോൾ താങ്കളുടെ കുടുംബം, താങ്കളോടൊപ്പം ആരൊക്കെയാണുള്ളത്, അതിൻ്റെ വിശേഷങ്ങളൊന്ന് പറയാം. 96 ജൂൺ 2 കല്യാണം. ഇതേമാതിരിക്ക് തന്നെയാണ് എൻ്റെ ആ കല്യാണം ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ വലിയൊരു ഇതിന് പോകാത്ത ഒരാളാണ്. ഞാൻ ആദ്യം എൻ്റെ വാപ്പ എന്താ വെച്ചാൽ ഞങ്ങൾ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ സ്ത്രീധനം കൊടുത്തിട്ടും വാങ്ങിച്ചിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ വാങ്ങിക്കും. അപ്പോൾ എൻ്റെ ഉമ്മാക്ക് 3 ആൺകുട്ടികളാണ്. നിങ്ങൾ പറയുന്ന പെണ്ണിനെ ഞാൻ കെട്ടാൻ തയ്യാറാണ്. എൻ്റെ ഉപ്പാനെയും വിളിച്ചിട്ട് ഞാൻ പറയണം. പക്ഷേ ഒരു പൈസ, ഒരു പണ്ടോ, ഒരു ഉറുപ്പിയും നമ്മൾ ചോദിച്ചിട്ടൊരു പെണ്ണിനെ നമ്മൾ വാങ്ങാനും കെട്ടാനും പാടില്ല. അതാണ് എൻ്റെ. അപ്പോൾ ആ വിഷയം കൊണ്ട് അവർക്ക് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഉമ്മാൻ്റെ ജ്യേഷ്ഠത്തി അവർ വാങ്ങി, ഉപ്പാൻ്റെ ജ്യേഷ്ഠന്മാർ അവർ മക്കൾക്ക് വാങ്ങി. അപ്പോൾ നമ്മളെന്താ അങ്ങനെ? ഞാൻ പറഞ്ഞു, എനിക്ക് 700 റിയാൽ ശമ്പളമാണ്, ഒന്നുമില്ല എൻ്റെ കയ്യിൽ. ഞാൻ കല്യാണം കഴിക്കുമ്പോൾ 700 റിയാൽ ശമ്പളക്കാരനാണ്. പക്ഷേ എനിക്ക് പ്രശ്നമല്ല. എനിക്കൊരാൾ അന്നും ഈ 700 റിയാലാണെങ്കിലും ഞാൻ എൻ്റെ സ്വന്തം പേരിൽ 2 ഏക്കർ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. അന്നുണ്ട് 2 ഏക്കർ സ്ഥലം സ്വന്തമായിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പാർട്ട് ടൈമോ മറ്റേ ഞാൻ അങ്ങനെ നിൽക്കുന്ന ആൾ. ഈ ശമ്പളമൊക്കെ എത്രയാണെങ്കിലും. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ലക്ഷങ്ങളൊന്നും വേണ്ട, നിങ്ങൾ ഏത് പെണ്ണിനെ പറഞ്ഞാലും ഞാൻ കെട്ടാൻ തയ്യാറാണ്. അങ്ങനെയാണ് പിന്നെ ഇങ്ങനെ വണ്ടൂര് തായക്കുറ്റിയിലെന്ന് പറയും. പിന്നെ പട്ടാണി അബ്ബാസ് എന്ന് പറയും, അവരെ മകളാണ്, നസീറയാണ് പേര്. പിന്നെ 96 കല്യാണം കഴിഞ്ഞ് 1 വർഷമായി കുട്ടി ആയി. ഒരു കുട്ടിയേ ഉള്ളൂ, മിസബ്. ഇപ്പോൾ +2 പഠിക്കുകയാണ്. ഇവിടെ തന്നെയാണ്? അവിടെ പഠിക്കുകയാണ്, ഇവിടെ പഠിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അതേമാതിരി കല്യാണം കഴിഞ്ഞ് ഒരു കുട്ടിയായി. കുട്ടിക്ക് ഒരു 1.5 വയസ്സായ ടൈമിലേ ഞാൻ വിസ എടുത്തവരെ. അപ്പോൾ എനിക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ആയി. എനിക്ക് കമ്പനി ഫാമിലി വിസ തന്നു. അങ്ങനെ ഇവിടെ കൊണ്ടുവന്നു. 2 വർഷം വൈഫ് പിന്നെ കുറച്ച് അറബി കോളേജൊക്കെ പഠിച്ചതുകൊണ്ട് കുറച്ച് കാര്യമായിട്ടൊന്നും പഠിച്ചില്ല. അപ്പോൾ പിന്നെ അവളെ കൊണ്ടുപോയിട്ട് ഞാനിവിടെ യൂണിവേഴ്സിറ്റി, ഖത്തർ യൂണിവേഴ്സിറ്റി, ലേഡീസ് യൂണിവേഴ്സിറ്റിയിൽ കൊണ്ട് ചെറിയൊരു ജോലിക്കാക്കി. അപ്പോൾ അവൾക്ക് അത് കാരണം അറബി ശരിക്കും സംസാരിക്കും വൈഫ് അത്യാവശ്യം. അല്ലാതെ ഹൗസ് വൈഫ് എന്നില്ല. ഇപ്പോൾ നമുക്കൊരു അസുഖം ഇപ്പോൾ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോയാൽ ഭയങ്കര മുൻഗണനയാണ്. സംസാരിക്കാൻ അറിയൊരു ഫർദി ഇട്ടാണ് ചെന്നാൽ പിന്നെ അവിടെ തടവില്ല. നമ്മളൊക്കെ ചെന്നാൽ അവിടെ നിർത്തി. ഇതങ്ങനെയല്ല. ഇപ്പോൾ എനിക്കോ മോനൊക്കെ ഒരു സുഖക്കേട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാലോ അതിന് വലിയൊരു കാര്യം. വണ്ടി ഓടിക്കും, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തു കൊടുത്തു. സന്തോഷമായിട്ട് പോകുന്നു. സന്തോഷമായിട്ട് പോകുന്നു, പ്രശ്നമല്ല. അപ്പോൾ അവർക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ എന്നെ കാത്തിക്കണം.
ഇനിയിപ്പോൾ താങ്കളുടെ ഈ ഒരു വലിയ വളർച്ചയിൽ തീർച്ചയായിട്ടും കുറച്ച് ആൾക്കാരുടെ സപ്പോർട്ടുകളുണ്ടാവും, നല്ല മനസ്സുകളുണ്ട്. ഇപ്പോൾ ആരൊക്കെയാണ് താങ്കളുടെ ഇപ്പോഴത്തുള്ള ബിസിനസ്സിൽ താങ്കളോടൊപ്പം സഹകരിക്കുന്നതും താങ്കൾക്ക് ഒരു പ്രചോദനമായി കൂടുള്ളത്? എന്നെ സഹായിക്കുന്നത് എൻ്റെ അനുജന്മാർ 2 ആളുണ്ട്. പിന്നെ കൂടുതൽ എൻ്റെ ഭാര്യൻ്റെ ആങ്ങളെ തന്നെയാണ് നാസർ, എൻ്റെ അനിയൻ അസ്കർ, റഹീം, പിന്നെ അതേമാതിരിക്കാൻ എൻ്റെ മൂത്താപ്പാൻ്റെ മകന് സുനീസ്. കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് പോകുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല. ബിസിനസ് നമുക്കങ്ങനെ പേടി കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ പുതിയ സ്ഥാപനം തുടങ്ങിയതല്ല, അതിൻ്റെ ഇതായിട്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളുണ്ട്, അതല്ലാതെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അൽഹംദുലില്ലാഹ് വളരെയധികം പടച്ചോനെ എത്ര ചോദിച്ചാലും മതിയാത്ത ഒരാളാണ് ഞാൻ. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, എന്നെ സഹായിക്കാൻ ശരിക്കും പറഞ്ഞാൽ നമ്മൾ അള്ളാഹെന്നു പറയുന്നല്ലാതെ അള്ളേനുള്ളൂ. വേറൊരു മനുഷ്യനെ സഹായിക്കാൻ എൻ്റെ നാട്ടുകാരില്ല, എൻ്റെ കുടുംബക്കാരില്ല, വീട്ടുകാർ ആരുമില്ല. ഇപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ല, ഈ പലസ്തീനി ഇങ്ങനെയൊക്കെയാണ് ശമ്പളം 500-600 തന്നാളാണ്. പക്ഷേ എങ്കിലും എന്നെ വലിയ ഇഷ്ടമായിരുന്നു അയാൾക്ക്. അപ്പോൾ ആ ഒരു അയാൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ഒരു കാര്യം വെച്ചിട്ട് തന്നെ നമുക്ക് മുന്നേറാനുള്ളൊരു മനസ്സുണ്ടായി. അല്ലെങ്കിൽ അയാൾ ഈ തരുന്ന ശമ്പളം ചെറുതും മറ്റുള്ളവരോടൊക്കെ പെരുമാറുന്ന മാതിരി എന്നോട് പെരുമാറും കൂടിയാണെങ്കിൽ എനിക്കും മടുത്തിരുന്നു ശരിക്ക്. അങ്ങനെയായിരുന്നു. അതുകൊണ്ട് അത് വളരെ സന്തോഷമാണ്, ജീവിതം വളരെ സന്തോഷമാണ്, കുഴപ്പമില്ല. സാർ എന്തായാലും ഇത്രയും സമയം ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് സ്റ്റാർ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ സാറിൻ്റെ ഒരു വ്യക്തിജീവിതത്തിലുണ്ടായിട്ടുള്ള അനുഭവങ്ങളും ഒക്കെ ഷെയർ ചെയ്തതിലും ഇത്രയും സമയം ഹൃദയം തുറന്ന് ഞങ്ങളോട് സംസാരിച്ചതും ഞങ്ങൾ ഹൃദയംഗമായി നന്ദിയുണ്ട്. ഇത്രയും സമയം ഞങ്ങളോട് ചിലവഴിച്ചതിൽ ഒരിക്കൽ കൂടി നന്ദി. താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.